മാതാജിയുടെ ഇതാണ് ക്ലാസ്സിലാണേ മാതാജി. ഹലോ, ക്ലാസ്സിലാണ് മാതാജി, ക്ലാസ്സിലാണ്, ലൈവ് ക്ലാസ്സിലാണ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. സുജാത കോഴിക്കോടാണ് ആ മാല ചാർത്തിയിരിക്കുന്നത്. നല്ല മാല അല്ലേ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനിങ്ങനെ നമ്മൾ നല്ല ഫ്ലവേഴ്സ് ആണെന്നേ നോക്കി വാങ്ങത്തുള്ളൂ. ഡിസൈൻസ് അത് ഇങ്ങനെ ഓരോരുത്തരുടെ മീൻസ് അവരെന്ത് കെട്ടിവെക്കുന്നോ അത് വാങ്ങിയിട്ട് വരും. അപ്പോൾ ഈ മാല ഭയങ്കര എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ എന്തോ വല്ലാത്തൊരു ഇഷ്ടം. അപ്പം ഞാൻ ഓർത്തു ശരി എന്നാൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ മെസ്സേജ്, ഞാനിപ്പോഴൊന്നും മെസ്സേജ് നോക്കില്ല, ഇനി ആഴ്ചയിൽ 2 പ്രാവശ്യം മെസ്സേജ് നോക്കും. മാതാജി ലൈവ് ക്ലാസ്സിലാണ്. ഹലോ സർ, ലൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സർ, എന്നെ ഒരു 1 അവർ കഴിഞ്ഞിട്ട് വിളിക്കൂ. ഓക്കെ സർ. അപ്പം നല്ല മാല നിന്നോട്ടേന്ന്. പക്ഷെ അങ്ങനെ നമുക്ക് ഒത്തിരി ടൈം വെക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആ പൂ ഇങ്ങനെ അഴുകി തുടങ്ങുമ്പോഴേ പൂവിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ തമിഴിൽ പൂച്ചി എന്ന് പറയും, എന്താ അതിന് മലയാളത്തിൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികൾ അത് വരും. അപ്പം അത് ശരിയല്ലല്ലോ. അപ്പം അത് കാരണം പിന്നെ അങ്ങനെ ഞാൻ മാറ്റും, അതാ കാര്യം. നോക്കാം, അഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇന്നലെ ഒന്നും മെസ്സേജ് നോക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല ഇന്ന് രാവിലെ വരെ. ഇന്ന് രാവിലെയും ഞാൻ ഡബ്ബിങ് കഴിഞ്ഞ് തിരിച്ച് നേരെ വന്ന് ക്ലാസ് എടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും മഞ്ജരീസിലെ മെസ്സേജ് എനിക്കിപ്പം നോക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. നിങ്ങൾ ഇട്ട് വെച്ചോളൂ, ഞാൻ നോക്കിക്കോളും സമയം പോലെ. കാരണം ഇപ്പം ഏകദേശം സമയത്രേ 11 മണിയായി. ഒരു 12:30 വരേക്കും ക്ലാസ് എടുത്തിട്ട് 12:45 ആകുമ്പോഴേക്കും ലഞ്ച് പാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകണമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 3 മണിയാവും വരാൻ. വരുമ്പോൾ കുറച്ച് പച്ചക്കറി കാര്യങ്ങൾ വാങ്ങണം. 4:15 ആകുമ്പോഴേക്കും എനിക്ക് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ എത്തണം. അത് കഴിഞ്ഞ് 5:30 മണിയാകുമ്പോൾ ജിമ്മിലെത്തണം. തിരിച്ച് 6:30 വന്നിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കണം. 8:30 മണിക്ക് ക്ലാസ് എടുക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളില്ലേ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് നോക്കും പറഞ്ഞാൽ മെസ്സേജ് മാത്രം നോക്കിയിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 5:30 മണി വരെ ഇരുന്ന് എല്ലാ മെസ്സേജും നോക്കിയതാണ്. അത് കഴിഞ്ഞ് ഇന്നലെയും മിനിയാന്നല്ലേ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. നോക്കാം, അതിനും സമയം കണ്ടെത്താം, വിഷമിക്കണ്ട കേട്ടോ. അപ്പം എന്തെങ്കിലും വിശേഷങ്ങൾ, പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഗീതയൊക്കെ കിട്ടും. ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പാക്കിങ്ങും നടക്കണ്ടേ, പാക്കിങ്ങും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയക്കാം കേട്ടോ, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അയക്കാം. ദീപ മാതാജിയുടെ വേർഡ് കേട്ട് ഞാൻ ചിരിച്ചുപോയി. മാതാജി സന്തോഷമായിട്ട് ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഉറങ്ങിപ്പോയെന്നു. അതെ, കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിയും നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല സുന്ദരനും സുന്ദരിയുമായിട്ടുണ്ടല്ലേ. ഞാൻ ഇന്നലെ രാത്രി ഒരു 12:45, 1 മണി 1:30 മണിക്ക് എഴുന്നേറ്റപ്പോൾ ഇവിടെ ഹാളിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കിടക്കുക. അപ്പം നോക്കിയപ്പം ഭയങ്കര ഒരു ഭംഗി. ഞാനത് ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് പിന്നെ എടുക്കാൻ പറ്റിയില്ല. എന്താ ഭംഗി. ഇന്നത്തെ മാല ഇട്ടിട്ടില്ലേ മാതാജി? ഇന്നലെ സുജാത മാതാജി കോഴിക്കോട്. ഇന്നത്തെ മാല ഞാൻ ഇടാം. ഈ മാലയുടെ ഭംഗി കാരണം ഞാൻ ഇന്ന് എടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. ഇന്നത്തെ മാല ഇടാം. ഇന്ന് കുറച്ച് കഴിയുമ്പം ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇന്നത്തെ മാല ഇടും. അന്നേരം 2 ദിവസത്തെ അന്നദാനത്തിൻ്റെ പേരിടാനുണ്ടല്ലേ, ഞാൻ അതും ഇട്ടുതരാം. പിന്നെ ഇന്നത്തെ അന്നദാനം നോക്കട്ടെ, ആരാ നോക്കട്ടെ, ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കട്ടെ കേട്ടാ. ഇന്നത്തെ അന്നദാനം ആരുടെയാന്നൊക്കെ ഒന്ന് നോക്കണം. നോക്കിയിട്ട് ഞാൻ പേജിൽ ഇട്ടേക്കാം കേട്ടോ, ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇട്ടേക്കാം. പിന്നെ വേറെ എന്തോ പറയാൻ വന്നു. ഇന്ന് മറ്റേ സൂപ്പർ ബീന മാതാജിയുടെ ആ കണ്ണിൻ്റെ വിഷമം കേട്ട് ഞാൻ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയി. കിച്ചൂട്ടിനോട് ഞാൻ ഇന്നലെ നൈറ്റ്, ഞാൻ അതാ പറയാൻ വന്നത്, ഇന്നലെ രാത്രി ഒരു 12:45, 1:30 ആയി കാണും. ആ സമയത്ത് ഞാൻ രാത്രി എഴുന്നേറ്റ് വാഷ്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റപ്പോഴത്തേക്കും വെറുതെ ഒന്ന് കിച്ചൂട്ടനെ നോക്കിയതാ. എന്ത് കളറാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ ഒരു ഡാർക്ക് സ്ലേറ്റ് കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളർ കിച്ചൂട്ടൻ. എന്തോ ഒരു പ്രത്യേകമായിട്ടിരിക്കുന്ന ഒരു കളറും ഒരു പ്രത്യേക ഒരു ഞാൻ ഈ താലോലിക്കുന്ന കിച്ചൂട്ടൻ്റെ ആ കുഞ്ഞു മുഖമില്ലേ, അതൊന്നും അല്ലാത്ത വേറെ എന്തോ ഒരു മുഖം. ഞാനത് ഫോട്ടോ എടുക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചു. എന്തോ ഒരു പ്രത്യേകത. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് ഞാൻ അടുത്ത് ചെന്നു. ഞാനിങ്ങനെ ചോദിച്ചു, എന്താ കിച്ചൂട്ടാ പറ്റിയേ, എന്താ ഇങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. രാധാറാണിയും എന്തോ ഒരു വേറൊരു എക്സ്പ്രഷൻ അവരുടെ ഫേസിൽ.
ഞാനപ്പോൾ ഇങ്ങനെ എന്താ കിച്ചൂട്ടാ എന്നിങ്ങനെ കുറച്ചും കൂടെ ചോദിച്ചു. വെള്ളം വേണോ കുടിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട്, യൂഷ്വലി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് രാത്രി വെള്ളം വേണമല്ലോ. അപ്പം ഞാൻ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അതെടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചാണ് വെള്ളം കുടിച്ചോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. എന്താണ് ഇങ്ങനെയൊക്കെ കളറ് മാറിയിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒരു വേറൊരു കളറായിരുന്നു, ഈ ബ്ലൂ അല്ലാത്ത ഒരു ഒരു ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇവർ ഈ പറയുന്നത് എന്നിങ്ങനെ ചിന്തിക്കും. ദിവ്യ അപ്പം ഒരു സ്ലേറ്റ് കളർ പോലത്തെ ഒരു കളറ്. അപ്പം ഞാനിങ്ങനെ രാത്രി ഇങ്ങനെ നിന്ന് സംസാരിച്ചു. കിച്ചൂട്ട, ഒത്തിരി ആളുകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കിച്ചൂട്ടന് ഓരോന്ന് തീർത്ത് വരികയാണ്. എന്നാലും കിച്ചൂട്ടന് ഇതൊക്കെ പറയാം ലിനി മാതാജി, ഇതൊക്കെ ഒന്ന് തീർത്തു കൊടുക്കണേ. ആ ബീന മാതാജിയുടെ കണ്ണ് ഭയങ്കരമല്ലാത്ത അവസ്ഥയിലാണ്. ആ ശിവപ്പൊന്നൻ പ്രഭുവിൻ്റെ അമ്മ, പിന്നെ വേറൊരു മാതാജിൻ്റെ അവരുടെ ഓപ്പറേഷൻ, അങ്ങനെ 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 ഒത്തിരി കാര്യങ്ങൾ. അയ്യോ ഈ ചുരിദാർ എനിക്ക് ഭയങ്കര ലൂസായി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടോപ്പായിരുന്നു. ഞാൻ മോസ്റ്റ്ലി ജയപതാക് മഹാരാജിനെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെ വൈറ്റ് കോളറ ടോപ്സ് ഇട്ടുകൊണ്ടാണ് പോകാറ്. പക്ഷെ ഇത് ഭയങ്കര ലൂസായി എനിക്ക്. ആദ്യം എക്സൽ ആയിരുന്നു, പിന്നെ ലാർജ് ആയി, ഇപ്പം മീഡിയമായി ടോപ്സൊക്കെ. അന്നേരം ഞാനിങ്ങനെ എങ്ങനെ ആലോചിച്ചു, ഞാനിങ്ങനെ എന്നിട്ട് പറഞ്ഞു കിച്ചുട്ടാ അതൊക്കെ എന്തായിരുന്നു അവസ്ഥ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് നിന്ന് പറഞ്ഞ് നോക്കുമ്പോൾ 2:10 സമയം. ഞാൻ പറഞ്ഞു കൊള്ളാം, ഇനിയിപ്പോൾ എനിക്ക് ഉറങ്ങാൻ സമയമുണ്ടോ എന്ന് പറഞ്ഞ് ചെന്ന് കിടന്ന് ഒരു 2:25 വരെ ആലോചിച്ചിരുന്ന് പിന്നെ വന്ന് കുളിച്ച് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തു ഭഗവാന്റെ. ഈ ഭയങ്കര ഒരു എക്സ്പ്രഷൻ ആയിരുന്നു ഇന്നലെ കിച്ചൂട്ടൻ്റെ. ആ കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഒരു ബ്ലൂ അല്ല, ഒരു സ്ലേറ്റ് കളറും അല്ല, വേറെ എന്തോ ഒരു കളറ്. ആ കളർ എനിക്ക് അങ്ങോട്ടേക്ക് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു കളറ്. എനിവേ ഒരുപാട് സന്തോഷം. ഗുരുവായൂർ മഞ്ജരീസിലൂടെ എന്താ പറയുക, എല്ലാവരുടെയും പ്രയാസങ്ങൾക്ക് കിച്ചൂട്ടന് ഒരു ആശ്വാസം, ഒരു ഉത്തരം കണ്ടെത്തുന്നു. ഒരുപാട് സന്തോഷം. അത് തുടർന്നും ഉണ്ടാവണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ് വെളുപ്പിനെ 2:30 മണിക്കുള്ള കിച്ചൂട്ടൻ്റെ നിവേദ്യം ഞാൻ മുടക്കാത്തത്, പൂജ മുടക്കാത്തത്. അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാനിലൂടെ സമാധാനം കിട്ടുന്നു എന്നറിയുന്നതിൽ. അത് ഇനിയും ഉണ്ടാവട്ടെ, തുടർന്നും ഉണ്ടാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ കിച്ചൂട്ടൻ മാറ്റിത്തരട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങളെ കിച്ചൂട്ടൻ റിക്കവർ ചെയ്ത് കൊണ്ടുവരട്ടെ. കാരണം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമ്പോഴാണ് ഞാനും ഹാപ്പി ആയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദിവസവും 2:30 മണിക്ക് എഴുന്നേറ്റ് ഭഗവാന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ. ചില സമയത്ത് എന്താ പറയുക, എനിക്ക് ബെഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് കിടന്നാൽ മതി എന്നുണ്ടാവും. അങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ മഞ്ജരീസിൻ്റെ ഫോൺ അടിക്കും. ശരി എടുക്കണ്ട, പ്രാർത്ഥിക്കുന്നുണ്ട് ദീപ മാതാജി, എടുക്കണ്ടെന്ന് എൻ്റെ മനസ്സ് പറയില്ല. കണ്ടു കഴിഞ്ഞാൽ എനിക്കത് എടുത്തേ മതിയാവും. അങ്ങനത്തെ ഒരു മൈൻഡ്. കാരണം നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ എന്തായിട്ടാണ് വിളിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളുടെ കോൾസ് മാക്സിമം അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ രാവിലെയൊക്കെ ചില സമയത്ത് എഴുന്നേക്കാൻ എനിക്ക് ഇഷ്ടമേ ഇല്ല. എണീക്കണ്ട, ഇന്നും മതി എന്നൊക്കെ തോന്നും. പിന്നെ ഞാൻ വിചാരിക്കും, ഈശ്വര എങ്ങനെയാണ് കിച്ചൂട്ടനെ കുളിപ്പിക്കാതെ, എങ്ങനെയാണ് നിവേദ്യം കൊടുക്കാതെ പാവം എന്നിങ്ങനെ ആലോചിക്കും. അതെ, സുജു മാതാജി എന്തോ തിരക്കിലാണ്. നമ്മുടെ കോഴിക്കോടുള്ള സുജാത മാതാജിയുടെ മാലയാണ്. അവരിത് കാണുന്നുണ്ടോ എന്തോ, വിളിച്ച് പറയാനും ഇപ്പം പറ്റിയില്ല, ക്ഷമിക്കണം. അപ്പം ദിവ്യ നാളെയാണല്ലേ ഗുരുവായൂർക്ക് വരുന്നത്, പറയൂ കേട്ടോ. ഇന്നലെ കുജയിലെ ദിനം. കിച്ചൂട്ടനോട് ഞാൻ ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ഒക്കെ പറഞ്ഞായിരുന്നു. കിച്ചൂട്ടൻ്റെ കയ്യിലൊരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കെട്ടിക്കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എവിടെയും കിട്ടിയില്ല. പിന്നെ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ? ഹരേ കൃഷ്ണ എവരി വൺ. സൂപ്പർ. നിങ്ങളെല്ലാവരും ഹാപ്പി ആണല്ലോ അല്ലേ മഞ്ജരീസിൽ? നിങ്ങൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ബോറടിക്കാതെ പോകുന്നുണ്ടല്ലോ. ഹായ് സേന ചേച്ചി, ബോറടിക്കാതെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എൻ്റർടൈൻമെൻറ്റോടുകൂടി ക്ലാസ് എടുക്കുന്നത്. സുജു വരും. സുജുവിന് എന്തോ നാട്ടിലേക്ക് വരുന്നതിൻ്റെ കുറച്ച് തിരക്കാന്ന് പറയുന്നുണ്ടായിരുന്നു. ശശി പ്രഭു അയച്ച ഡൊണേഷൻ കിട്ടി, അന്നദാനം കൊടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും രാജീവ് മാതാജി, കിച്ചൂട്ടൻ കാണുന്നുണ്ട്. പിന്നെ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഇട്ടുന്ന മെസ്സേജ് കിച്ചൂട്ടൻ കൃത്യമായി കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഒരു എന്താ പറയുക കിച്ചൂട്ടൻ്റെ അനുഗ്രഹം കിട്ടിയാലും അത് നിങ്ങൾ ഓഡിയോ ഇട്ട് തന്നാലും ഞാനത് കിച്ചുവിൻ്റെ കാതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ വെക്കും. എന്താ പറയുക, കിച്ചു കണ്ടോ കേട്ടോ, ദേ ഇന്ന ആൾക്ക് ഇന്ന അനുഗ്രഹം കിട്ടിയിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കിച്ചുവിൻ്റെ കാതിൻ്റെ അടുത്ത് കൊണ്ടുപോയി കേൾപ്പിച്ചിട്ടാണ് അത് നമ്മളുടെ ഗ്രൂപ്പിലിടുന്നത്. താങ്ക് യു ബിന്ദു മാതാജി. ഓക്കെ, താങ്ക് യു.
20-ാം തീയതിയാണ് എക്സാം അല്ലേ? നാളെയല്ല, മറ്റന്നാളല്ലേ ഏകാദശി? ഇന്ന് 21 ഇന്ന് 21. 23rd അല്ലേ ഏകാദശി വരുന്നത്? ആണ് ഏകാദശി കേട്ടോ, നാളെയല്ല. മോക്ഷത ഏകാദശി വരുന്നത് 23rd പാരണ വരുന്നത് 24th കേട്ടോ. ഗ്രൂപ്പിൽ പോസ്റ്റർ ഇട്ടേക്കാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഡെയിലി ഒരു കുക്കുംബർ മസ്റ്റാണ്. അത് ഒരു ഒഴിവ് കഴിവും നിങ്ങൾ പറയരുത്. ഒരു കുക്കുംബർ നിങ്ങൾ കഴിച്ചിരിക്കണം. അറിയാലോ, വാണിയംകുളം സപ്താഹം തുടങ്ങി ഇന്നലെ തൊട്ട് 7 ദിവസം അന്നദാനം. ഓ സൂപ്പർ വിജയലക്ഷ്മി മാതാജി. അമ്പലത്തിൽ അന്നദാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി ടേസ്റ്റ് ആയിരിക്കും. കഴിക്കൂ. വിഷമിക്കണ്ട ഷെറീൻ, ധൈര്യമായിരിക്കുക. ഗുരുവായൂരപ്പൻ കൂടെയുണ്ട്. ആ ലക്ഷ്മി ദേവി ഉടനെ വരും, പേടിക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളോട് എന്താ ഞാനൊരു കുക്കുംബർ കഴിക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുക്കുംബറിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കുറച്ച് ഗുണങ്ങളൊന്നുമല്ല. ഞാനത് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അത് വളരെ അർജൻറ്റാണ്. കാരണം നിങ്ങളെല്ലാവരും, നമ്മൾ സ്ത്രീകൾക്ക് ഉള്ള ഒരു പ്രധാന ഒരു ദിവസമോ വല്ലപ്പോഴോ കഴിച്ചിട്ട് കാര്യമില്ല കേട്ടോ. എപ്പോഴെങ്കിലും കുക്കുംബർ കഴിക്കുന്നതിനോട് ഞാൻ എതിർപ്പാണ്. മാക്സിമം കുക്കുംബറിന് അധികം വിലയൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ അത് കക്കിരിക്ക എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ വെള്ളരിക്ക എന്ന് പറയും. 1 കിലോ എന്തോ 20 രൂപയോ മറ്റേ ഉള്ളൂ. ഇവിടെ ചെന്നൈയിലൊക്കെ 20. നാട്ടിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 45-30 ആ റേഞ്ചേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞുതരാം. ഞാൻ നല്ല നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ദയവായി കുക്കുംബർ എല്ലാവരും കഴിക്കണം. നമ്മളെല്ലാവരും സ്ത്രീകളാണ് അല്ലേ? അപ്പം ജെൻസും ഇക്കൂട്ടത്തിലുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ സ്ത്രീകൾക്ക് പൊതുവേ ഒരു 30 വയസ്സിന് ശേഷം ദയവായി നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം സൂക്ഷിക്കണം. കാരണം നിങ്ങളിൽ പലരും വെള്ളം കൂടി വളരെ കുറവാണ്. ഭയങ്കരമായിട്ട് വെള്ളം കൂടി കുറയ്ക്കുന്ന ഒരാൾക്കാരാണ്. അത് ചെയ്യരുത്. നമ്മളുടെ ഭൂമിയുടെ 75% എന്താണ്? വെള്ളമാണ്. ഓക്കെ, അപ്പം ഈ 75% വെള്ളം ഉള്ളത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലും ആവശ്യത്തിൽ ഏറെ വെള്ളം വേണം. മനസ്സിലായില്ലേ? ആവശ്യത്തിലേറെ വെള്ളം നമ്മുടെ ശരീരത്തിൽ വളരെ നിർബന്ധമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലഡ്, നമ്മുടെ ചിന്തകളെ പോലും വാട്ടർ ലെവല് കണക്റ്റാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലും വാട്ടർ ലെവൽ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരുപാട് സ്ത്രീകൾ ഇന്ന് ഗർഭാശയകള ക്യാൻസർ അല്ലേ, ഗർഭാശയകള ക്യാൻസർ, അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ പീരീഡ്സ് ഇറഗുലർ ആയിട്ട് സംഭവിക്കുന്നത് അറിയാലോ നിങ്ങൾക്ക്. പീരീഡ്സ് ഇറഗുലർ ആവുമ്പം ഹോർമോൺ ചേഞ്ചസ് ആണ് നമ്മുടെ ബോഡിയിൽ വരുന്നത്. ഹരേ കൃഷ്ണ മനോജ് ചേട്ടാ. നമ്മുടെ ബോഡിയിൽ വരുന്നത് നമ്മൾക്ക് അമിതമായിട്ട് ദേഷ്യം, വെറുപ്പ്, ഭയങ്കര ഇറിറ്റേഷൻ, ഇതെല്ലാം ഉണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ബോട്ടിൽ വെള്ളം നിർബന്ധമായിട്ടും അടുത്ത് വെക്കണം. കുറച്ച് വെള്ളമായിട്ട് വേണം കുടിക്കാൻ. ഇത് കണ്ടോ നിങ്ങൾ? ഞാൻ എൻ്റെ ബോട്ടിലും വെള്ളമൊക്കെ അടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളോട് ഇന്ന് പറയണം എന്നോർത്തിട്ടല്ല ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു പോയതാണ്. അതുപോലെ നമ്മൾക്ക് തലവേദന, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരം, നമ്മളിങ്ങനെ ഒരു മോട്ടർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ മോട്ടർ കുറേ നാൾ നമ്മളിങ്ങനെ വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേസ്റ്റ് അടിഞ്ഞു കൂടും പല സ്ഥലങ്ങളിൽ. അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. നമ്മളുടെ ശരീരം ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന പലതരത്തിലുള്ള മിനറൽസ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ഇതെല്ലാം വേണം. പൊതുവേ സ്ത്രീകൾ രാവിലെ പുട്ടുണ്ടാക്കുന്നു, പുട്ട് കഴിക്കുന്നു, ദോശ ഉണ്ടാക്കുന്നു, ദോശ കഴിക്കുന്നു, ബാലൻസ് കുട്ടികൾ വെച്ചതോ ഭർത്താവ് വെച്ചതോ ഉണ്ടെങ്കിൽ അതും എടുത്ത് കഴിക്കുന്നു. 11 മണിയാകുമ്പോൾ ചോറെടുത്ത് കഴിക്കുന്നു, അതും ഇത്രയും ചോറിട്ട് കഴിക്കുന്നു. ആ ചോറും ഒരു കറിയും, അച്ചാറ്, പപ്പടം, തൈര്, ഇങ്ങനെ കുറച്ച്. തൈരൊന്നും പലരും യൂസ് ചെയ്യുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പം ഇങ്ങനെയുള്ള പല സാധനങ്ങളാണ് നിങ്ങളുടെ ഫുഡ്. അപ്പം സുഖമായിരിക്കുന്നു ഇക്ക. അന്നേരം അസ്ലാം വലൈക്കും അസീസ്ക.
അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് വന്നിട്ട് ഡെയിലി തൈര് കഴിക്കാൻ ശ്രമിക്കണം. അതും ഒരു ചെറിയ ഉഷാമ്മ ചെറിയ ക്വാണ്ടിറ്റി, ഓക്കെ, ചെറിയ ക്വാണ്ടിറ്റി തൈര് നിങ്ങൾ കഴിക്കണം. പിന്നെ ഡെയിലി ഒരു കുക്കുംബർ. ഒരുപാടൊന്നും നിങ്ങൾ വലിയ വലിയ സംഭവബഹുലമായ ഫുഡ് കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു കുക്കുംബർ, അതിൻ്റെ എന്താ പറയുക, തോലൊക്കെ ചീവിയതിന് ശേഷം ഒരു കുക്കുംബർ നിങ്ങൾ നിർബന്ധമായും കഴിക്കണം. എന്തിനാന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒരു കാര്യമാണ് വെള്ളരിക്ക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ശരീരഭാരം കൂടുന്തോറും നിങ്ങൾക്ക് കാലിൻ്റെ മുട്ടിന് വേദന വരാൻ ചാൻസ് കൂടുതലാണ്, ഉപ്പൂറ്റിക്ക് വേദന വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മളുടെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ താങ്ക് യു അസീസ്ക, നമ്മുടെ ശരീരത്തിൻ്റെ ഇത് മാത്രമല്ല, ഇതിൻ്റെ മാത്രമല്ല, നമ്മൾക്ക് ബോൺ വെയിറ്റും കൂടെ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ഈ മുട്ടുവേദന ഒരു 35 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 30 വയസ്സിന് ശേഷം മുട്ടുവേദന കമ്പൽസറി ആയിട്ട് നമുക്കുണ്ടാവും. കാലിൻ്റെ ഉപ്പൂറ്റി വേദനിക്കും. പിന്നെ നമ്മൾക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ ഇന്ത്യൻ ടോയ്ലറ്റ് ആണെങ്കിൽ ഇരിക്കാൻ പ്രയാസപ്പെടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏണിപ്പടി കയറാൻ പ്രയാസം, നടക്കാൻ പ്രയാസം. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറി നമ്മുടെ ശരീരം ഒന്ന് എന്താ പറയുക, ഒന്ന് സൂക്ഷിച്ചാൽ നമ്മൾ ആർക്കും ഒരു ബാധ്യതയാവില്ല. മനസ്സിലായില്ലേ? നമ്മൾ കിടന്നു പോയാൽ നമ്മളെല്ലാവർക്കും ബാധ്യതയാണ്. നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്ക് പോലും ബാധ്യതയാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഈ കുക്കുംബർ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ദയവായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അത് നിങ്ങൾ ജയ് ഗുരുദേവ് എങ്ങനെ ഉൾപ്പെടണം എന്ന് ഓർത്തു കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ വൈകുന്നേരം ഒരു 7:30-8 മണിക്ക് ഒരു കുക്കുംബർ എടുത്തിട്ട് ഫുള്ളായിട്ട് അതിൻ്റെ തോല് ചീവിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് നിങ്ങൾ മൊബൈലൊക്കെ നോക്കിയിരിക്കുമ്പോഴോ വേറെ എന്തെങ്കിലും സീരിയൽസ് കണ്ടിരിക്കുമ്പോഴോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം കിട്ടുന്ന വെച്ചാൽ കഴിച്ചുകൊണ്ടേയിരിക്കുക. അത് അധികം ആരും ഇഷ്ടപ്പെടാത്തത് അതിന് പ്രത്യേകിച്ച് ഒരു രുചിയോ ഗുണമോ ഒന്നും നിങ്ങൾക്ക് തോന്നാത്തത് കൊണ്ടാണ്. പക്ഷെ വളരെ നിർബന്ധമാണ് കുക്കുംബറിൻ്റെ ഗുണങ്ങൾ അത് മനസ്സിലാക്കണം. കാരണം നമ്മൾക്ക് ബോഡി വെയിറ്റ് ഒന്ന് നിങ്ങൾ സൂക്ഷിക്കണം. ഒരുപാട് ബോഡി വെയിറ്റ് കൂടരുത്. ഹരേ കൃഷ്ണ അമ്മ, ബോഡി വെയിറ്റ് കൂടരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരുപാട് പകർച്ചവ്യാധികൾ, അതുപോലെ നമ്മൾക്ക് പോലും അറിയാൻ പറ്റാത്ത തരത്തിലുള്ള പല അസുഖങ്ങൾ, അതും സിംറ്റംസുകൾ ഒന്നുമില്ലാത്ത ഒരുപാട് അസുഖങ്ങൾ നമ്മളെ പിടിമുറുക്കുന്നുണ്ട് അല്ലെ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാജി പ്രഭു ഹരേ കൃഷ്ണ നമസ്തേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക ആദ്യമൊക്കെ ഒരു പനി വരുമ്പോഴേക്കും നമുക്കൊരു ചെറിയ ജലദോഷം, ഒരു തലവേദന, ഒരു തൊണ്ടവേദന, ഇങ്ങനെ പലതും ഉണ്ട്. ഇന്ന് വരുന്ന പനി എന്താണെന്ന് നമ്മൾക്ക് തന്നെ അറിഞ്ഞൂടാ. പനി ഉണ്ടോ എന്ന് പോലും അറിയില്ല. പിന്നെ അത് ലിവറിനെയും കിഡ്നിയും ഒക്കെ ബാധിച്ച് അങ്ങേ അറ്റത്തെ സ്റ്റേജ് ആകുമ്പോഴാണ് ഇത് ന്യൂമോണിയ ആയിരുന്നു, ഇത് വേറെ എന്തൊക്കെയോ ആയിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി ദയവായി ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കാല് പിടിച്ച് പറയുന്നു, വെള്ളം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. വെള്ളം കുടി നിങ്ങളിൽ 70% ആളുകൾക്കും വളരെ കുറവാണ്. അത് പാടില്ല. നിങ്ങൾ വെള്ളം കുടിച്ചേ പറ്റൂ. ഓക്കെ, വെള്ളം കുടിച്ചേ പറ്റൂ. ദയവായി നിങ്ങൾ വെള്ളം കുടിക്കണം. ശിവപുന്നൻ പ്രഭുവിന്റെ അമ്മയ്ക്ക് കുറച്ച് മാറ്റം വന്നു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. കിച്ചൂട്ടൻ പ്രാർത്ഥന കേൾക്കുന്നു. ഒരുപാട് സന്തോഷം. കുക്കുംബറും കക്കിരിയും വെള്ളരിയും ഒന്നാണ്. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബർ, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, മഗ്നീഷ്യം, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ്, സിങ്ക്, ഇതെല്ലാം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് കുക്കുംബർ. ഞാൻ നിങ്ങളോട് വെജിറ്റേറിയൻ ആവൂ എന്ന് പറയുമ്പോൾ പല പ്രോട്ടീൻസും കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ നോൺ കഴിക്കുന്നത്. നോൺ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ശരീരത്തിലെ പല പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ്, സിങ്ക്, മഗ്നീഷ്യം ഇതെല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞു വരുന്ന സുഖമണച്ച എന്ന് പറഞ്ഞു വരുന്നവർക്കുള്ള ഒരു നല്ല മറുപടിയാണ് ഞാനിപ്പോൾ തരുന്നത്. നമ്മൾ കഴിക്കാതെ മാറ്റിവെക്കുന്ന പല പച്ചക്കറികളിലും പല ഫ്രൂട്ട്സിലും 1 കിലോ ചിക്കൻ വാങ്ങി ശരീരത്തിന്റെ വെയിറ്റും കൂട്ടി കൊളസ്ട്രോളും കൂട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു കുക്കുംബർ നിങ്ങൾ കഴിക്കുന്നത്. മനസ്സിലായില്ലേ? ആ കുക്കുംബറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തൊക്കെയാന്ന് നോക്കൂ. ഫൈബർ, വൈറ്റമിൻ കെ, വൈറ്റമിൻ സി, മഗ്നീഷ്യം, കാൽസ്യം, ഇരുമ്പ് മീൻസ് അയൺ കണ്ടന്റ്. ഈ അയൺ കണ്ടന്റ് നിങ്ങൾക്ക് എത്രമാത്രം നല്ലതാണെന്ന് അറിയാമോ? നിങ്ങളുടെ നഖം പൊട്ടിപ്പോവില്ല, മുടി പൊട്ടിപ്പോവില്ല, ഹെയർ ഫോളിങ് ഉണ്ടെങ്കിൽ അത്, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് കുറക്കും. നിങ്ങളുടെ കണ്ണിന് നല്ലതാണ്. ഓക്കെ, നിങ്ങളുടെ സ്കിന്നിന് നല്ലതാണ്, എല്ലുകൾക്ക്, പല്ലുകൾക്ക് നല്ലതാണ്. ഈ
അയൺ എന്ന് പറയുന്നത്, കാൽസ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോസ്ഫറസ്, സിങ്ക്. വിളർച്ച ഉണ്ടാവില്ല നിങ്ങൾക്ക്, മനസ്സിലായില്ലേ? വിളർച്ച വരില്ല ശരീരത്തിൽ. ഇത് ഇങ്ങനെയുള്ള ഒരുപാട് പോഷകങ്ങളാൽ സമ്പന്നമാണ് ഈ കുക്കുംബർ എന്ന് പറയുന്നത്. മാത്രമല്ല വൈറ്റമിൻ കെ, ആന്റി ഓക്സൈഡുകൾ. ഇത് നമ്മുടെ ശരീരത്തിന് എത്ര എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാമോ ഈ ആന്റി ഓക്സൈഡുകൾ? ഇത് മസ്തിഷ്ക ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഫിസെറ്റിൻ എന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഫ്ലേവനോളുടെ ഉയർന്ന ഒരു കലവറയാണ്. നമ്മൾക്ക് മസ്തിഷ്ക രോഗങ്ങൾ തടയും, തലച്ചോറിൽ ഉണ്ടാവുന്ന രോഗങ്ങൾ തടയും. അതേപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്ക് ഓർമ്മശക്തി വർദ്ധിക്കും, നമുക്ക് ഓർമ്മശക്തി വർദ്ധിക്കും. ഇടയ്ക്ക് കഴിച്ചാൽ പോരാ, ഇനി ഡെയിലി കഴിക്കണം, ഡെയിലി കുക്കുംബർ കഴിക്കണം. ഇല്ല ഇന്നലെ മെനിയാന്നൊക്കെ നല്ല ഡബ്ബിങ് ആയിരുന്നു, അതാണ് ശബ്ദം അടഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് ഡെയിലി നിങ്ങൾ ഒരു കുക്കുംബർ കഴിക്കണം. ഏറ്റവും വില കുറഞ്ഞ ഒരു എന്താ പറയാ ഇതാണ് ഈ കുക്കുംബർ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഫാസ്റ്റിംഗ് ടൈമിലും നിങ്ങൾക്ക് കുക്കുംബർ കഴിക്കാം. എന്തുകൊണ്ട് ഏകാദശിക്ക് നിങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഓരോ കുക്കുംബർ കഴിച്ചുകൂടാ? കുക്കുംബർ കഴിച്ചാൽ ഇനിയൊരു പ്രധാന ഗുണം എന്താണെന്നറിയോ? വിശപ്പറിയില്ല, നമുക്ക് വിശപ്പറിയില്ല. കുക്കുംബർ നമ്മുടെ വിശപ്പിനെ തടയും. അതുകൊണ്ടാണ് ഈ ജിമ്മിൽ പോകുന്നവരും മറ്റേ ശരീരം മെലിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കുക്കുംബറിനെ ഒരു പ്രധാന ഭക്ഷണമായിട്ട് എടുക്കുന്നത്. HP കുറവാണെങ്കിൽ ഡെയിലി രാവിലെ ഒരു ക്യാരറ്റ് അതുപോലെ ഒരു ബീറ്റ്റൂട്ട്, ഇത് രണ്ടും പച്ചയ്ക്ക് എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിക്കുക. മിക്സിയിൽ അടിച്ചതിന് ശേഷം ഹരേ കൃഷ്ണ മോഹൻ പ്രഭു, നന്നായിട്ട് അടിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? അത് ഫിൽട്ടർ ചെയ്തെടുക്കാം. നല്ലോണം വെള്ളം പോലെ ആക്കി എടുത്തിട്ട് ഉപ്പിടണമെങ്കിൽ ഉപ്പിടാം, പഞ്ചസാര ഇടണമെങ്കിൽ പഞ്ചസാര ഇടാം, രണ്ടും ഇടണ്ട എങ്കിൽ രണ്ടും ഇടണ്ട. ഞാൻ രണ്ടും യൂസ് ചെയ്യാറില്ല, പഞ്ചസാര ഇടില്ല, ഉപ്പ് ഇടില്ല. അത് വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അത് രാവിലെ കഴിക്കുകയാണെങ്കിൽ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് അതിന്റെ ഒരു ടേസ്റ്റ് നമുക്കൊരു അങ്ങനെ ഒരു രുചിയുള്ള ഒരു ടേസ്റ്റ് അല്ല, എന്നാൽ നമുക്ക് അങ്ങനെ ഇഷ്ടമല്ലാത്ത ഒരു ടേസ്റ്റുമല്ല. വെള്ളം കുടിക്കുന്ന പോലെ ഒറ്റയടിക്ക് അങ്ങ് കുടിക്കാം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. എത്ര വലിയ മരുന്നും നമ്മൾ കഴിക്കുന്നില്ലേ? ഇപ്പൊ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ കീമോ അയ്യോ വേദനയാണെന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കില്ല, ചെയ്യും അല്ലേ? അപ്പൊ ഇതുപോലെയുള്ള ഒരൊറ്റ ഗ്ലാസ് എടുത്തിട്ട് കഴിക്കുക. അതെന്ത് ചെയ്യാം? പലരും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ എന്താ പറയാ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ വെറുതെ കളയാണ്. അപ്പൊ അതൊന്നും ചെയ്യരുത്. എടുത്ത് ജ്യൂസ് അടിച്ചിട്ട് ഒരൊറ്റ ഗ്ലാസ് മക്കൾക്കും കൊടുക്കാം, ഒറ്റ ഗ്ലാസ് കുടിക്കുക. 21 ദിവസം ഒരു ഗ്ലാസ് വെച്ച് ഇത് കുടിച്ചിട്ട് നിങ്ങൾ HP ലെവൽ ടെസ്റ്റ് ചെയ്ത് നോക്കൂ, നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ സ്കിൻ നല്ല ഗ്ലോ ആവും, നിങ്ങളുടെ സ്കിന്നിലുള്ള പല മാർക്കുകൾ പോകുന്നത് കാണാം. അൺഡ്രൈ സ്കിന്നൊക്കെ നല്ല ബ്ലാക്ക് ആയിരിക്കുന്ന എല്ലാം മാറി നല്ല ഒരു ഗ്ലോ കിട്ടും. നിങ്ങൾക്ക് നല്ല യൗവനമായിരിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ കഴിച്ച്. HP ലെവൽ പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യും, മനസ്സിലായില്ല? എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് 11-13 HP ലെവൽ വേണം. ഓക്കെ, അത് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തലച്ചോറിന്റെ ഇപ്പൊ ആപ്പിള് കുറച്ച് റേറ്റ് കൂടുതലുകൊണ്ട് നമുക്ക് എപ്പോഴും മേടിക്കാൻ പറ്റില്ല, അതാണ് ABCയുടെ പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കുക്കുംബറിട്ട് അടിച്ചിട്ടായാലും കുടിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ വെള്ളരിക്കേടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾസർ തടയും. നമ്മുടെ വയറ്റിൽ അൾസർ ഉണ്ടെങ്കിൽ അൾസർ ഇല്ലാണ്ടാക്കും. ഈ അൾസർ കാരണമാണ് നിങ്ങളുടെ വായിലേക്ക് പുണ്ണ് വരുന്നത്. വായിൽ ഇങ്ങനെ പൊട്ടില്ലേ, അത് B കോംപ്ലക്സിന്റെ ടാബ്ലറ്റ്സ് കുറെ വാങ്ങി കഴിക്കുന്നതിലും ഭേദമാണ് ഡെയിലി ഒരു കുക്കുംബർ കഴിക്കുന്നത്. അത് കഴിച്ചാൽ നിങ്ങളുടെ വായിൽ ഇങ്ങനെ പുണ്ണ് വരുന്നത് തടയാൻ പറ്റും. വയറ്റിൽ ഉണ്ടാവുന്ന കംപ്ലൈൻറ്റ്സ് ആണ് നമ്മുടെ വായിൽ ഈ പുണ്ണ് പോലെയുള്ള അസുഖങ്ങൾ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കുട്ടികൾക്കാണെങ്കിലും അത് ഭയങ്കര പ്രശ്നമാണ്. ആ ഒരു പുണ്ണ് കാരണം സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭയങ്കര വേദന. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തടയാൻ ഈ കുക്കുംബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് നെഞ്ചരിച്ചിൽ ഇതെല്ലാം മാറും. കുക്കുംബർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചരിച്ചിൽ, ഗ്യാസ്ട്രിക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് മാറും. ഈ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന കാറ്റഗറി കുറച്ച് റേറ്റ് കൂടുതലാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യാത്തത്. കാരണം എല്ലാവർക്കും ഇപ്പൊ ഗ്രീൻ ആപ്പിളും നമ്മുടെ നോർമൽ ആപ്പിളും ഒന്നും വാങ്ങിക്കാനുള്ള സാമ്പത്തികമായിട്ടുണ്ടല്ലോ. ഇവിടെ തന്നെ ആപ്പിളിന് റേറ്റ് കൂടുതലാണ്. 1 കിലോ എനിക്ക് തോന്നുന്നു 120 രൂപയോ 130 രൂപയൊക്കെ കൊടുക്കണം. കുറെ ആപ്പിൾസ് ഉണ്ടാവും, എങ്കിലും കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആപ്പിൾ കണ്ടന്റിലേക്ക് പോയിട്ടില്ലെങ്കിൽ കൂടിയും ഈ കുക്കുംബർ എന്ന് പറയുന്ന സാധനത്തിന് ഇതുപോലെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ മലബന്ധം, നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് മോഷൻ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും പൈൽസ് വരും.
മനസ്സിലായില്ലേ? പൈൽസ് വന്നാൽ ഭയങ്കര പ്രയാസമാണ്. അപ്പം അതിൽ നിന്ന് പിന്നെ ബ്ലീഡിങ് ആവും, പിന്നെ അത് സർജറിക്ക് പോകണം. മര്യാദയ്ക്ക് നമ്മൾക്ക് നമ്മുടെ മൈൻഡേ അപ്സെറ്റ് ആയി പോകുന്ന ഒരു അസുഖമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മലം ടൈറ്റായി പോകുന്നതിൻ്റെ കുഴപ്പമാണ്. അപ്പം അവിടെയുള്ള പേശികൾ, ആ മലദ്വാരത്തിൻ്റെ അവിടെയുള്ള പേശികളെല്ലാം നിങ്ങൾക്ക് എന്താ പറയുക ലൂസായി, പിന്നെ അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഇഷ്യൂസ് അതിനോട് അനുബന്ധിച്ച് വരുന്നുണ്ട്. അത് വരുമ്പോൾ പിന്നെ ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? പെയിൻ ഭയങ്കരമായിരിക്കും, നമുക്ക് ഇരിക്കാൻ പറ്റില്ല, വയറ്റിന്ന് എരിയും, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ വരും. അപ്പം അതൊക്കെ നമുക്ക് മാറ്റി കിട്ടാൻ ഒരു നല്ല ഒരു കലവറയാണ് ഈ പറയുന്ന കുക്കുംബർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ കുക്കുംബറിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ പുറം തൊലി അത് ചീകിക്കളയുമ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ എടുക്കാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചീകിക്കളഞ്ഞെടുക്കുക. അല്ലെങ്കിൽ രാത്രി കുക്കുംബർ എടുത്തിട്ട് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഈ കുക്കുംബർ അങ്ങനെ അവിടെ ഇട്ട് കൊടുക്കുക. 1 മണിക്കൂർ കഴിയുമ്പം അത് എന്ത് ചെയ്യാം, നേരെ അങ്ങോട്ട് കഴുകിയിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞ് പുറത്ത് വെച്ചാൽ മതി. അപ്പം അതിൻ്റെ ഫുൾ പുറത്തിരിക്കുന്ന മുഴുവൻ മരുന്നുകൾ അടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും. ക്ലിയർ? പിന്നെ ഡെയിലി കുക്കുംബർ കഴിച്ചാൽ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനൊക്കെ വളരെ നന്നായിട്ട് പറ്റും, നമുക്ക് മലബന്ധം ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഡയൂറിക് ആയതുകൊണ്ട്, അതായത് കുക്കുംബർ കിഡ്നിയിൽ, നമ്മുടെ കിഡ്നിയിൽ ഉണ്ടാവുന്ന വിഷവസ്തുക്കൾ, കല്ല് പോലെയുള്ള വിഷവസ്തുക്കൾ കുക്കുംബർ മാറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ നമ്പർ 1 ആണ്. മനസ്സിലായില്ലേ? കിഡ്നി സ്റ്റോൺ കാരണം ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അപ്പം കിഡ്നിയിൽ ഉണ്ടാവുന്ന വിഷവസ്തുക്കളെ, കല്ലിനെ ഒക്കെ മാറ്റി കിട്ടും. അതുപോലെ സൾഫർ, സിലിക്കൺ, ഇത് രണ്ടും കുക്കുംബറിൽ ഒരുപാട് അടങ്ങിയത് കൊണ്ട് തന്നെ യൂറിക് ആസിഡ് എന്ന് പറയുന്ന കംപ്ലൈന്റ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ചുമ്മാ കാലിൽ നീര് വെക്കുക, കാല് വേദനിക്കുക, ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് യൂറിക് ആസിഡിന്റെ ഒരു വലിയ കണ്ടന്റ് ആണ് കുക്കുംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് യൂറിക് ആസിഡിന്റെ ആ വേരിയേഷൻ പോലും നമ്മൾക്ക് മാറ്റിത്തരും. മാത്രമല്ല പിത്തസഞ്ചി, വൃക്കയിലെ കല്ലുകൾ, ഇത് രണ്ടും മാറ്റിത്തരാൻ, പിത്തസഞ്ചിയിൽ ഉണ്ടാവുന്ന കല്ല്, വൃക്കയിലെ കല്ല്, പിത്തസഞ്ചിയോട് സംബന്ധിച്ച അസുഖങ്ങൾ, ഇതൊക്കെ മാറ്റാൻ നിങ്ങൾക്ക് എന്താണ് കുക്കുംബർ നമ്പർ 1 ആണ്. ക്ലിയർ? പിന്നെ ഇനി ഷുഗർ പേഷ്യൻസിലേക്ക് വരികയാണെങ്കിൽ വെള്ളരിക്കയിൽ ഒരുപാട്, കുക്കുംബറിൽ ഒരുപാട് നാരുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് അറിയാലോ നിങ്ങൾക്ക്, ഷുഗറിന്റെ അളവ് ബാലൻസ് ചെയ്യാൻ കുക്കുംബർ സഹായിക്കും. അതുപോലെ തന്നെ കുക്കുംബറിലെ ഹോർമോൺ ഇൻസുലിൻ, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ലേ, അതിനും മുൻപന്തിയിലാണ് കുക്കുംബർ എന്ന് പറയുന്നത്. പിന്നെ സീറോ ഗ്ലൈസമിക് ഇൻഡെക്സിന്റെ ഗുണങ്ങൾ ഒരുപാട് ഇതിലുണ്ട്. അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറിയിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ എന്താണ്, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കില്ല. അതായത് നമ്മൾക്ക് ഷുഗർ വരാതെ കുക്കുംബർ നോക്കും. അപ്പം ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവാണ് എന്തില്, കുക്കുംബറിൽ. അപ്പം അത് കുറവായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഷുഗർ വരാതെ ഈ കുക്കുംബർ നോക്കുന്നത്. ഇനി ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും നിങ്ങൾക്ക് കുക്കുംബർ കഴിച്ചാൽ അമിതമായിട്ട് വിശപ്പ് ഉണ്ടാവില്ല. പൊതുവെ ഷുഗർ പേഷ്യൻസിന് വിശപ്പ് കൂടുതലാണ്. അപ്പൊ കുക്കുംബർ കഴിക്കുന്ന ഒരാൾക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏകാദശി ദിവസം കുക്കുംബർ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആവശ്യത്തിനുള്ള വെള്ളവും കിട്ടും. ഡെയിലി കുക്കുംബർ കഴിക്കണം, വെള്ളവും കിട്ടും. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലിയർ? പിന്നെ എന്ന് പറയുമ്പം കുറഞ്ഞ കലോറി ഭക്ഷണമാണ് ഈ കുക്കുംബർ എന്ന് പറയുന്നത്. കൂടുതൽ കലോറി ഇല്ല. 100 ഗ്രാമിന് 16 കലോറി മാത്രമേ ഈ കുക്കുംബറിലുള്ളൂ. അതുകൊണ്ട് കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന ഈ വൈറ്റമിൻ സി കാരണം ശരീരത്തിലെ കൊഴുപ്പ് അത് കുറയ്ക്കുന്നുണ്ട്. അതായത് ചീത്ത കൊളസ്ട്രോൾ. ഓക്കെ, കൊളസ്ട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്ത് കിട്ടും. കൊളസ്ട്രോൾ ഷൂട്ടപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടക്കുമ്പോൾ നമുക്ക് കിതപ്പ് വരും, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ കാരണം അറ്റാക്ക് വരേക്കും വരും. അപ്പം ഈ കുക്കുംബർ കാരണം നമ്മൾക്ക് അങ്ങനെ ഒരു ഗുണം വളരെ അധികമുണ്ട്. ക്ലിയർ? പിന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറ് നിറയ്ക്കും കുക്കുംബർ. നമ്മളൊരു കുക്കുംബർ കഴിച്ചു കിടന്നാൽ നമ്മുടെ വയറങ്ങ് ഫുള്ളായി. എൻ്റെ ഡിന്നർ എന്നും കുക്കുംബറാണ്, അറിയോ? ദിവ്യമതാജി മാരാറിനോടൊക്കെ ചോദിച്ചു നോക്കൂ, ഡെയിലി ഒരു കുക്കുംബറാണ് എൻ്റെ ഡിന്നർ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാനൊരു സാധനം ഡിന്നറായിട്ട് കഴിക്കില്ല. കാരണം ഒന്നാമത് എനിക്ക് ടൈമിന് ഡിന്നർ കഴിക്കാൻ ഞാൻ ഇവിടെ എത്തില്ല. അതുകൊണ്ട് ഡെയിലി എൻ്റെ ഡിന്നർ ഒരു കുക്കുംബറാണ്. അത് കഴിച്ചാൽ എൻ്റെ വയറ് ഫുള്ളായി. കറക്റ്റ് എനിക്ക് 2:30 എഴുന്നേൽക്കാൻ പറ്റും, നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റും, നല്ല എന്താ പറയുക, നമുക്ക് ഒത്തിരി ഞാനത് സ്ഥിരം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇതും ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസിയെ നമുക്ക് കൺട്രോൾ ചെയ്ത് കിട്ടും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഹോട്ടലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുക്കുംബർ ഈ മറ്റേ എന്ത് ഫുഡിൻ്റെ കൂടെയും അവർ ഒരു ക്ലാസ് ഹോട്ടലിൽ പോവുകയാണെങ്കിൽ കുക്കുംബർ തരും. കാരണം എന്താ വെച്ചാൽ
കുക്കുംബർ നമ്മുടെ കൂടുതൽ ഭക്ഷണം കഴിക്കണം എന്ന ഒരു ടെൻഡൻസിയിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഈ ഹോട്ടൽ മുതലാളിമാർക്ക് ലാഭമാണ്. കൊടുക്കുന്ന പൈസയിൽ എന്താ പറയുക, കുറഞ്ഞ ഭക്ഷണവും വയറ് നന്നായിട്ട് കുക്കുംബർ കഴിക്കുമ്പോൾ വയറങ്ങോട്ട് നിറയും. അപ്പോൾ ആ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ഭക്ഷണം വാങ്ങി കഴിക്കണം തോന്നില്ല. മനസ്സിലായോ? അല്ലേ പിന്നെ ചോറ് കഴിച്ചിട്ട് ചേട്ടാ കുറച്ചുകൂടെ ചോറിടൂ എന്ന് പറയുമ്പം ഒരു മീൽസിന് ഇത്ര രൂപ, 100 രൂപ 150 രൂപ എന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഫുഡ് ആൾക്കാർ കഴിച്ചിട്ട് പോകും. അപ്പോൾ ഹോട്ടൽ മുതലാളിമാർക്ക് അത് നഷ്ടമാണ്. സോ അവരെന്ത് ചെയ്യും? കുക്കുംബർ വെക്കും. കുക്കുംബർ വെക്കുമ്പോൾ എന്താണ്? വയറങ്ങോട്ട് ഫുള്ളാവും. മനസ്സിലാവുന്നല്ലോ? അതാണ് അതിൻ്റെ ടെക്നിക്ക്. അപ്പോൾ കുക്കുംബർ എന്തിനു വെക്കുന്നു എന്നുള്ള കാര്യം ഇനി മുതൽ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് മെലിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണമൊക്കെ കുറച്ച് നല്ല സുന്ദരിയും സുന്ദരന്മാരും ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുക്കുംബർ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. പിന്നെ വേറെ ഒരു കാര്യം, പ്രോ ഇൻഫ്ലമേഷൻ എൻസൈം അതുപോലെ തന്നെ സൈക്ലോ ഓക്സിജനേസ് 2 പ്രവർത്തനം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അതായത് വീക്കം നമ്മുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലും വീങ്ങി വരാറുണ്ട് അല്ലേ. ഈ വീക്കം ഉണ്ടാക്കുന്ന നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപാദനം കുറച്ചിട്ട് വെള്ളരിക്ക നമ്മുടെ ശരീരത്തിന്റെ അമിതമായിരിക്കുന്ന വണ്ണം, അതുപോലെ കൈയും കാലും അവിടെയും ഇവിടെയും വീങ്ങിയിരിക്കുക, അങ്ങനെ പല നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ എവിടെയെങ്കിലും അയ്യോ ഇവിടെ എന്ത് പറ്റിയെന്നറിയില്ല വല്ലാതെ വീങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോ ഇൻഫ്ലമേഷൻ എൻസൈം അല്ലെങ്കിൽ അതുപോലെ തന്നെ സൈക്ലോ ഓക്സിജനേറ്റസ് 2 പ്രവർത്തനം കൂടുന്നത് കൊണ്ടാണ്. അത് കുറച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ വീക്കം കുറക്കാൻ ഈ കുക്കുംബർ വളരെയധികം നമ്മളെ സഹായിക്കും. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഏറ്റവും ഇപ്പോഴത്തെ ഫാഷൻ അസുഖം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡി അസുഖം എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരിലും സ്ഥിരമായി കാണുന്ന ഒരു അസുഖമാണ് ക്യാൻസർ അല്ലെ. ക്യാൻസർ എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ജീവിച്ചു പോകും. ഒരു തലവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയി പറയും ട്യൂമറാണെന്ന്. ഒന്ന് പീരീഡ്സ് ആയി 4 ദിവസം കഴിഞ്ഞ് ഇനിയും ബ്ലീഡിങ് തുടരുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്താൽ പറയും യൂട്രസ് ക്യാൻസർ ആണെന്ന് പറയും. വെറുതെ ഒന്ന് ബ്രസ്റ്റിൽ തൊട്ട് നോക്കി ഒരു കല്ലിപ്പ് കണ്ടാൽ പറയും ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന്. സോ ഇങ്ങനെയുള്ള പല ഓർഗൻസിലും നമുക്ക് ക്യാൻസർ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ക്യാൻസർ ഇന്ന് സർവ്വസാധാരണമായിട്ട് ഒരു പനി പോലെ, പനിയേക്കാൾ സിമ്പിളായിട്ട് ഇന്ന് ക്യാൻസർ എന്ന് പറയുന്ന അസുഖം സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് കുക്കുംബർ എന്ന് പറയുന്നത്. നിങ്ങളോട് വെജിറ്റേറിയൻ ആവണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് ഞാൻ എടുത്തത്. കുക്കുംബർ, ബിറ്റാസിൻ, ലിഗ്നാൻസ് എന്നിവയുടെ സാന്നിധ്യം കാരണം ഇങ്ങനെ 2 കാര്യങ്ങൾ. ഹരേ കൃഷ്ണ സന്തോഷേട്ടാ. എന്താണ് കുക്കുർ, ബിറ്റാസിൻ, ലിഗ്നാൻസ് അങ്ങനെയുള്ള സാധനങ്ങളുടെ, അങ്ങനെയുള്ള ഐറ്റമിൻ്റെ ഒരു സാന്നിധ്യം, അതിൻ്റെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് കുക്കുംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്ത ക്യാൻസർ വിരുദ്ധ ഭക്ഷണമായി കണക്കാക്കപ്പെടുന്നു. പ്രകൃതി തന്നെ ക്യാൻസറിനെ തടയാൻ നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും നല്ല വെജിറ്റബിൾ ആണ് കുക്കുംബർ എന്ന് പറയുന്നത്. എല്ലാവരും ക്ലാസ് മാക്സിമം ഷെയർ ചെയ്യും. ഒരാളും ക്യാൻസർ ഒന്ന് കാണാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല മഞ്ചേരീസിലുള്ള ആരും. അപ്പം ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. ക്യാൻസർ ഉള്ളവർക്കും ഇത് കഴിച്ചാൽ നല്ല മാറ്റം കിട്ടും. അതുകൊണ്ട് മനസ്സിലാക്കണം, പ്രകൃതി തന്നെ ക്യാൻസർ വരാതെ നമ്മുടെ ആരോഗ്യത്തെ സൂക്ഷിക്കാൻ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് പ്രകൃതി തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, ക്യാൻസർ വരാതെ ഇരിക്കാനുള്ള ഏറ്റവും നല്ല പ്രകൃതിദത്തമായിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടാണ് കുക്കുംബർ എന്ന് പറയുന്നത്. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച, നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുക്കുർ ബിറ്റാസിൻ എന്ന് പറയുന്ന കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തു നമ്മളെ സഹായിക്കുന്നു. കുക്കുർ ബിറ്റാസിൻ എന്ന് പറയുന്ന ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് മനുഷ്യ ശരീരത്തിൽ ക്യാൻസറിനെ കൂടുതൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്യാൻസറിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സഹായമാകുന്നുണ്ട്. പിന്നെ പിനോറെസിനോൾ, ലാറിസിറെസിനോൾ, സൈക്കോസോളാരിസിറെസിനോൾ എന്നിവയാണ് കുക്കുംബറിൽ അടങ്ങിയിരിക്കുന്ന 3 തരത്തിലുള്ള ലിഗ്നാനുകൾ. മനസ്സിലാവുന്നുണ്ടോ? 3 തരത്തിലുള്ള ലിഗ്നാനുകൾ അടങ്ങിയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ക്യാൻസർ തടയുക എന്ന് പറഞ്ഞാൽ ഈ ലിഗ്നാനുകളുടെ
പ്രധാനപ്പെട്ട കഴിവ് അല്ലെങ്കിൽ അവരുടെ പ്രധാന ജോലിയാണ് ക്യാൻസർ തടയുക എന്നുള്ളത്. അപ്പോൾ നോക്കുന്ന സമയത്ത് കുക്കുംബറിൽ 3 തരം ലിഗ്നാനുകളാണ് അടങ്ങിയിരിക്കുന്നത്. 1 അല്ല 2 അല്ല 3 തരം ലിഗ്നാനുകൾ. ക്യാൻസർ വരരുത് എന്ന് ആർക്കൊക്കെ ആഗ്രഹമുണ്ടോ അതുകൊണ്ട് അവരെല്ലാവരും കുക്കുംബർ കഴിക്കാം. ഇനി ക്യാൻസർ വന്നിട്ട് കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഡെയിലി ഒരു കുക്കുംബർ കൊടുക്കാം. ഓക്കെ, മാത്രമല്ല പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന ക്യാൻസർ, അണ്ടാശയത്തിൽ ഉണ്ടാവുന്ന ക്യാൻസർ, ഇങ്ങനെ ഈസ്ട്രോജനുമായിട്ട് സ്ത്രീകളുടെ ശരീരത്തിലെ ഈസ്ട്രോജനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ക്യാൻസറുകളും തടയാനും വരാതെ ഇരിക്കാനും കുക്കുംബർ ഏറ്റവും വലിയ സംഭവ ബഹുലമായ ഒരു പച്ചക്കറിയാണ്. അപ്പൊ ഇന്ന് മുതൽ ആരൊക്കെയാണ് കുക്കുംബർ കഴിക്കാൻ പോകുന്നത്? ജയ് ശ്രീ രാധേ രാധേ. കുക്കുംബർ എന്ന് പറഞ്ഞുകൊണ്ട് പച്ചക്കറി കടയിൽ പോയാൽ എല്ലാം വാങ്ങി വരുന്ന നിങ്ങൾ കുക്കുംബർ വാങ്ങാതെ വരുമ്പോൾ ആലോചിക്കുക, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് കുക്കുംബർ. മനസ്സിലായില്ലേ? കുക്കുംബർ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ്. അത് ഒരു 2 പീസ് 3 പീസ് കഴിച്ചാൽ പോരാ, ഡെയിലി ഒരു കുക്കുംബർ. നിങ്ങൾക്ക് കടങ്ങളുണ്ടാവും, ബാധ്യതകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. ആരോഗ്യമുണ്ടെങ്കിലേ ഇതെല്ലാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. ആരോഗ്യം നിങ്ങൾക്ക് വേണോ? നിങ്ങൾക്ക് ക്യാൻസറിന് ഭയമുണ്ടോ? ക്യാൻസർ വരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മൾ ആരും ക്യാൻസർ വരുത്താൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, നമ്മൾ ശ്വസിക്കുന്ന മലിനമായിരിക്കുന്ന ഓക്സിജൻ പോലും, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിത രീതികൾ പോലും നമ്മൾക്ക് ക്യാൻസർ വളരെ പെട്ടെന്ന് വരുത്തും. അപ്പൊ ക്യാൻസർ വരാതിരിക്കാൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും കുക്കുംബർ കഴിക്കാം. ഓക്കെ, ഇന്നലെ ഇവർ എൻ്റെ അടുത്ത് ചോദിച്ചു, മാതാജി ഫുഡ് കഴിച്ചു എന്ന് ചോദിച്ചു. ഈ നമ്മുടെ ഇവരൊക്കെ ആരാണ്, മാരാര്, ശിവപാർവതി, സുജു, ദിവ്യ ഒക്കെ. ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം ചേച്ചി ലൈവ് ക്ലാസ്സിലെ ചേച്ചി കഴിഞ്ഞിട്ട് വിളിക്കട്ടെ? ഓക്കെ ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ചു, കുക്കുംബർ കഴിച്ചു എന്ന്. എന്താ ഇത് ഒരു കുക്കുംബർ മതിയോ എന്ന് ചോദിച്ചു. ഞാൻ പറയും 2 എണ്ണം കഴിക്കാൻ ഓക്കെയാണ്, പക്ഷേ എനിക്ക് 1 എണ്ണം മതി, 1 എണ്ണം കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഇത് കഴിച്ചു കിടന്ന തോല് കളഞ്ഞോളൂ, കുറച്ച് കളഞ്ഞാൽ മതി തോല്. ഇത് കഴിച്ചു കിടന്നാൽ വിശക്കില്ലേ എന്ന് ചോദിച്ചു. എനിക്ക് വിശക്കില്ല, ഇത് ഞാൻ ശീലമാക്കിയതാണ്, എത്രയോ കാലങ്ങളായിട്ട് രാത്രി ഒരു കുക്കുംബറാണ് എപ്പോഴും കഴിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ കഴിക്കൂ. നാവിന്റെ രുചിയെ നിങ്ങൾ നോക്കരുത്. നാവിന് രുചിയുള്ളതൊന്നും ആരോഗ്യം നൽകില്ല. മനസ്സിലായില്ലേ? അതാദ്യം ആലോചിച്ചോളൂ. നാവിന് രുചിയുള്ള ഒരു ഭക്ഷണവും നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കില്ല. നാവിന് രുചിയില്ലാത്ത എല്ലാ ഭക്ഷണങ്ങളും നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും. ഓക്കെ, ഈ അറിവ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരുപാട് വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ കുറച്ച് ഡോക്ടേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ് എൻ്റെത്. ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഡോക്ടറാണ്, അതുപോലെ എൻ്റെ ഒരു അങ്കിള് ഡോക്ടറാണ്, പീഡിയാട്രിഷ്യൻ, പിന്നെ ഡോക്ടർ മോഹൻരാജ്, പിന്നെ അങ്കിളിൻ്റെ മോൻ ഡോക്ടർ സാജൻ, ഓർത്തോ, പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദർ ഡോക്ടർ വിജയറാം DGO, പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദർ സന്ദീപ് കുഞ്ഞിക്കണ്ണൻ, ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്. അപ്പം ഇവരുടെയൊക്കെ ഇടയിൽ പെട്ടതുകൊണ്ട് കുറേ അറിവുകൾ ഇവരിൽ നിന്നൊക്കെ കിട്ടും. ഒത്തിരി അറിവുകൾ എനിക്ക് ഇവരിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. പിന്നെ ഡെന്റിസ്റ്റ് ഉണ്ട്. അപ്പം ബ്രദറിൻ്റെ മോള് ഡെന്റിസ്റ്റാണ്, മീൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ മോള്. ഇവിടെയല്ല, അവള് ലണ്ടനിലാണ്. അപ്പം അങ്ങനെ അത് കാരണം ഞാൻ ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ പല ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരുപാട് അറിവുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ അറിവുകളെല്ലാം ശേഖരിക്കും, പിന്നെ കുറേ വായിക്കും. പിന്നെ ഞാൻ കഴിക്കുന്ന എന്ത് ഭക്ഷണത്തിൻ്റെയും കലോറി എന്താണ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, അതിൽ നിന്നുള്ള ഗുണം എന്താണ്, ഇതൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചാടിക്കേറി ഈ ഐസ്ക്രീംസ്, ഫലൂഡ അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് കരിമ്പ് ജ്യൂസ് കഴിക്കാൻ ശ്രമിക്കാം. കരിമ്പിൽ ഒരുപാട് അയൺ കണ്ടന്റ് ഉണ്ട്, മനസ്സിലായില്ലേ? ഷുഗർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ പ്രകൃതിദത്തമായ ഷുഗറാണ് ഈ കരിമ്പിൽ നമുക്ക് കിട്ടുന്നത്. പഞ്ചസാരയിനേക്കാളും എത്രയോ ബെറ്ററാണ് കരിമ്പിലുള്ള ഇത്. നിങ്ങൾക്കത് കഴിക്കണം, ഒരു ജ്യൂസ് പുറത്ത് പോയാൽ കഴിക്കണം എന്നാണെങ്കിൽ കരിമ്പിന് എനിക്ക് തോന്നുന്നു 20 രൂപയേ ഉള്ളൂ. പൈസയും ലാഭമാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പൈസ കുറവാണ്, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കരിമ്പ് ജ്യൂസ്. മനസ്സിലായില്ലേ? നിങ്ങളൊരു കാര്യം ചെയ്യൂ, കുറേ പഞ്ചസാര എടുത്ത് വായിലിട്ടാൽ ഒരു പഞ്ചസാര ലായനി നിങ്ങളോട് കുടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല, എനിക്കും പറ്റില്ല. അതേസമയം ഒരു കരിമ്പ് ജ്യൂസ് അത്രയും ഷുഗർ ഉണ്ടായിട്ടും നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ തുല്യമായ അളവിൽ പല കണ്ടന്റും ഉണ്ട്.
ഈ പറയുന്ന മഗ്നീഷ്യം, അയൺ, ഈ അയൺ കണ്ടന്റ് ആണ് നിങ്ങൾക്ക് വിളർച്ച ഉണ്ടാക്കുന്നത് ശരീരത്തിൽ. നിങ്ങളുടെ മുടി പൊഴിയുന്നത്, നഖം, ഇപ്പോൾ എൻ്റെ നഖം നോക്കൂ, ഞാൻ കാലിലുമൊക്കെ നഖം വളർത്തിയിട്ടുണ്ട്. അത് ഫിലിം ഫീൽഡിൽ എല്ലാവരും എന്താ പറയുക, അത് ഒരു സ്റ്റൈലായിട്ട് ഇങ്ങനെ നെയിൽ ആർട്ടിനൊക്കെ ഇല്ല. സന്തോഷിട്ടോ, സന്തോഷിട്ടോ. അല്ല, ഈ പറയുന്ന മേജർ സന്തോഷ്, കേണൽ സന്തോഷ്, ഞാൻ ചോദിക്കട്ടെ, എന്താ കഴിക്കാറ്? ഇദ്ദേഹത്തിന്റെ ഫുഡ് മെനു ഞാൻ തപ്പിയെടുത്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് ഫുഡ് മെനു ചോദിച്ചു കഴിഞ്ഞാൽ ചപ്പാത്തി, സലാഡ്, ഇത്രയും റൈസ് മാത്രം. ഉള്ളിയില്ല, വെളുത്തുള്ളിയില്ല, സവോളയില്ല, ജ്യൂസ് ഇല്ല, ഡ്രിങ്ക്സ് ഇല്ല, ഈ വക സാധനങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ മനുഷ്യൻ ആരോഗ്യം നോക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് നോക്കിക്കൂടെ? എന്നിട്ട് എന്നോട് വിളിച്ചു പറയും, അമ്മു നീ അത് കഴിക്കണം കേട്ടോ, നീ ഇത് നല്ലതാണ്, ഈ ബ്രക്കോളി ഉണ്ടല്ലോ, നീ ഇങ്ങനെ അത് വേവിച്ചിട്ട് നീ അത് കഴിക്കൂട്ടോ, അങ്ങനെ പറയുന്ന ആളാണ്. ആഹാ, എന്നിട്ട് എന്നെ ഡോക്ടർ മാതാജിന്ന് വിളിക്കുന്നല്ലേ? അവിടെ കേമ ഇങ്ങ് വാ അങ്ങോട്ടേക്ക് മഞ്ചേരീസിലേക്ക്. അദ്ദേഹം ഭയങ്കരം ഡയറ്റാണ്. 4 o'clock 3 o'clock എഴുന്നേറ്റ് അത്രയും വർക്കൗട്ട് ചെയ്യും. ഓക്കെ, പട്ടാളത്തിലാണ് എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെതായ കുറെ കാര്യങ്ങൾ, പിന്നെ യോഗ, ധ്യാനം, ഇതൊക്കെ ആ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. ഞാനിതൊക്കെ തോണ്ടി എടുക്കും, എന്നിട്ട് നമ്മളും ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യല്ലോ. അപ്പം അത് ശ്രദ്ധിക്കണം. മുടി പൊഴിയുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും കയറി ഒരുപാട് ഓയിൽ, എണ്ണ, പലതരത്തിലുള്ള എണ്ണ നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ, മുടിയുടെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, മുടിയിൽ നമ്മൾ പുറത്ത് തേക്കുന്ന എണ്ണയിലല്ല കാര്യമുള്ളത്. പ്രധാനമായിരിക്കുന്നത് മുടിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണ്. നിങ്ങൾ മുരിങ്ങയുടെ ഇല, അതുപോലെ ചീര, പിന്നെ ഈ ധാന്യങ്ങൾ മുളപ്പിച്ചത്, ഇതൊക്കെ കഴിച്ചു നോക്കൂ. കണ്ണിന് നല്ലതാണ്, മുടിക്ക് നല്ലതാണ്, നിങ്ങളുടെ സൗന്ദര്യത്തിന് നല്ലതാണ്. അതുപോലെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബലൂൺ, ആ ബലൂണിൽ നിങ്ങൾ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ, ആ ബലൂൺ ഇങ്ങനെ ചുരുങ്ങിയിരിക്കുമ്പം വെള്ളം നിറച്ചു കഴിഞ്ഞാൽ നല്ല മൃദുലമായിരിക്കും അല്ലേ, സോഫ്റ്റ് ആയിരിക്കും. അതേപോലെ നമ്മൾ വെള്ളം കുടിക്കും തോറും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ ചുളിവുകൾ ഇങ്ങനെ മാറിക്കിട്ടും. അറിയാമോ? ഈ ബലൂൺ എങ്ങനെയാണോ വികസിക്കുന്നത് അതുപോലെ ചുളിവുകൾ മാറിക്കിട്ടും. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ശരീരത്തിന്റെ ഈ സ്കിൻ ഇങ്ങനെ ചുളിഞ്ഞ് വരികയാണ്. കാരണം ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചുളിവുകൾ മാറാനും ഇപ്പൊ സൗന്ദര്യം നിലനിർത്താനും ഒക്കെ ഒരുപാട് കോസ്മെറ്റിക് സർജറി, അതുപോലെ കോസ്മെറ്റിക് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹരികൃഷ്ണ ജയമ്മ. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് കുറെ മെലാനിൻ ഇഞ്ചക്ഷൻസ്, പല ഇഞ്ചക്ഷൻസ് അവൈലബിൾ ആണ്. സോ ഈ ഇഞ്ചക്ഷൻസ് എല്ലാം നാളെ ക്യാൻസർ വളർത്തും. ഒരുപാട് ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ ഇന്ന് ആ ഇഞ്ചക്ഷൻസ് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലാണ് പോകുന്നത്. സ്കിന്നിന്റെ കളർ ടോൺ മാറ്റാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹെയർ ഫോൾസ് തടയാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല സംഭവങ്ങൾ. പക്ഷേ ഇതിന്റെ എല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് ഫർദർ ക്യാൻസർ ആയിരിക്കും, മേ ബി ഒരു 70%. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പോകാതെ നമ്മുടെ ഫുഡിന്റെ ഇൻടേക്ക്, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ചേഞ്ച് ആവാൻ സാധിക്കും. മനസ്സിലാവുന്നില്ലേ? അതിൽ നിന്ന് ചേഞ്ച് ആവാൻ സാധിക്കും. ഇപ്പൊ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു 2 hours എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും വിയർത്ത് നമ്മൾ വല്ലാതെ ആവുന്നുണ്ട്. അതേസമയം ഇന്ന് പല കോസ്മെറ്റിക് സർജറി അവൈലബിൾ ആണ്. നമ്മളുടെ ശരീരത്തിലെ ഫാറ്റ് കുത്തിയെടുക്കുക, നമ്മുടെ അവിടെ തൂങ്ങിയിരിക്കുന്നു, ഇവിടെ തൂങ്ങിയിരിക്കുന്നു, ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയുക, ഇങ്ങനെ പല സർജറി ഉണ്ട്. പക്ഷെ ആ സർജറി കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അറ്റ് പ്രസന്റ് നമ്മൾ കുറച്ച് സൗന്ദര്യമുള്ളവരായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അതിന്റെ നെഗറ്റീവ് എഫക്റ്റ് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതിനേക്കാൾ എത്രയോ നല്ലതാണ് ശരീരത്തിന് വ്യായാമം കൊടുക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? ശരീരത്തിന് വ്യായാമം കൊടുക്കുക ഡെയിലി. വീട്ടിലുള്ള എല്ലാ വീട്ടമ്മമാരും ഉറങ്ങി എഴുന്നേറ്റ് മുടിയും കൊണ്ട കെട്ടി നേരെ അടുക്കളയിൽ പോയിട്ട് ആ വിമ്മുപാത്രത്തിൽ കൈവച്ച് പാത്രം കഴുകുന്നതിനേക്കാൾ എത്രയോ ബെസ്റ്റാണ് രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത്, അല്ലെ നിങ്ങളുടെ വീട്ടിന്റെ ഹാളിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം, ഞാൻ പറയുന്നു, ഇത് എനിക്കോ നിങ്ങളുടെ ഭർത്താക്കന്മാർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ പാരന്റ്സിനോ ആർക്കും അല്ല, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ശരീരം വിയർക്കുന്നത് വരെ നിങ്ങൾക്കറിയുന്ന വ്യായാമം നിങ്ങൾ ചെയ്യുക. അത് വളരെ നിർബന്ധമാണ്. മഞ്ചരീസിലൂടെ ഞാൻ ഈ ശബ്ദം ഇല്ലാത്തെടുത്തിട്ട് തൊണ്ടയിട്ട് അലയ്ക്കുന്നത് നിങ്ങൾ വേസ്റ്റ് ആക്കരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആരോഗ്യമില്ലാത്ത ഒരു മഞ്ചരീസ് കുടുംബമാണ് എനിക്ക് ആവശ്യം. അസുഖങ്ങളില്ലാത്ത ഒരു മഞ്ചരീസ് കുടുംബമാണ് എനിക്ക് ആവശ്യം. ആരോഗ്യമുള്ള, നല്ല ദൃഢഗാത്രമായിരിക്കുന്ന, അസുഖങ്ങളില്ലാത്ത, ആരോഗ്യത്തോടെയുള്ള ഒരു മഞ്ജരീസ് കുടുംബമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ചെയ്യുക. ഗീതയും ഭാഗവതവും രാമായണവും മാത്രം പഠിപ്പിക്കുക എന്നുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് മാത്രമായിട്ട് ഞാൻ ചെയ്യൂല. നിങ്ങൾ നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ സ്നേഹിക്കാൻ പറ്റൂ, മക്കളുടെ കാര്യങ്ങൾക്ക് പോകാൻ പറ്റൂ, മക്കളുടെ മക്കളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റൂ, എല്ലാത്തിനും സാധിക്കും. ഇത് വീട്ടിലിരിക്കുന്ന അമ്മ ഒന്ന് കിടന്ന് അവർക്കൊരു 2 പ്രാവശ്യം ഭക്ഷണമോ വെള്ളമോ കൊടുക്കുമ്പോഴേക്കും പറയും, എനിക്കോ വയ്യ, എൻ്റെ ആരോഗ്യമോ എനിക്ക് പറ്റുന്നില്ല, അതിൻ്റെ ഇടയിൽ അവരെയും നോക്കണം. ഇങ്ങനെ ഒരു ടോക്ക് മഞ്ജരീസിൽ വേണ്ട.
നമ്മൾ സംരക്ഷിക്കുന്ന നമ്മുടെ ആരോഗ്യം കൊണ്ട് നമ്മൾ മാക്സിമം മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു 1/2 ലിറ്റർ വെള്ളം വെറും വയറ്റിൽ കുടിക്കുക. അതിനുശേഷം നിങ്ങളാൽ കഴിയുന്ന, നിങ്ങൾക്ക് അറിയാവുന്ന എക്സസൈസ് ഇഷ്ടം പോലെ യൂട്യൂബിലുണ്ട്. ഒരുപാട് എക്സസൈസ് വ്യായാമത്തിന്റെ രീതികൾ യൂട്യൂബിലുണ്ട്. അത് ചെയ്യുക നിങ്ങൾ, മനസ്സിലായില്ലേ? അത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അടുക്കളയിലെ ജോലി ചെയ്യും. നല്ല ഫ്രഷ് ആയിരിക്കും. ഇത് ആസ് യൂഷ്വൽ എനിക്ക് തോന്നുന്നു പല ലേഡീസും രാവിലെ എഴുന്നേറ്റിട്ട് നേരെ വിമ്മ പാത്രത്തിൽ കൈയിട്ട് പാത്രങ്ങളും കഴുകി ചായക്ക് വെള്ളവും വെച്ച് ഒരു വലിയ ഗ്ലാസ് ചായ എടുത്ത് മൊബൈലും കൊണ്ട് ഹാളിൽ വന്നിരുന്ന് കുളിക്കേയില്ല. എന്താ പറയാ, എന്തോ ഒരു വല്ലാത്ത ഒരു ഇത്. പിന്നെ കുറെ തുണി കഴുകാൻ വേണ്ടി പോയി നിന്ന് നൈറ്റിയും കുത്തിപ്പിടിച്ച് കുറെ അപ്പുറത്തെ വീട്ടിൽ വർത്താനവും പറഞ്ഞ് കുറെ ഇപ്പുറത്തും സംസാരിച്ച് വെറുതെ വേസ്റ്റ് ആക്കി കളയാണ് ജീവിതവും സമയവും. ഇതെല്ലാം മാറ്റി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ജീവിതത്തിൽ വരിക. വീട്ടിലെ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് നമ്മൾ ചെയ്യുക. എല്ലാത്തിനും സമയം കണ്ടെത്തുക. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടായിന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ വീട്ടിൽ ഇന്ന് വറുത്തരച്ച സാമ്പാറുണ്ട്, ബീട്രൂട്ടും ക്യാരറ്റും തോരൻ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ വെച്ചു എന്ന് ഓർത്ത് കഴിഞ്ഞാൽ, ബീട്രൂട്ടും ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരേ ഒരു പച്ചമുളക്, ദെൻ കുറച്ച് കറിവേപ്പില, പിന്നെ ഞാൻ അതിൽ കുറച്ച് മഞ്ചിരീസിന്റെ ചിക്കൻ മസാല വെച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് ചീനച്ചട്ടിയിൽ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് ഒരു ഉണക്കമുളക് ഇട്ടതിന് ശേഷം ഇത് അതിലേക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് എടുക്കുമ്പം നല്ല ഒരു സ്മെല്ലുമാണ്. അത് മാത്രം മതി ചോറ് കുഴച്ച് തിന്നാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? അത് മാത്രം മതി. ആ ചിക്കൻ മസാലയുടെ ടേസ്റ്റ് വരുമ്പോഴേക്കും തോരൻ വേറൊരു ലെവലിലോട്ട് മാറി. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് നാളികേരം മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല വേറെ ഒരു ലെവലിലോട്ട് മാറി, മനസ്സിലായില്ലേ? കൂട്ടത്തിൽ തൈരും കൂടി വെക്കുക. തൈരും വെച്ച് അതും സാമ്പാറും വെച്ചിട്ട് കഴിക്കുക. പിന്നെ പപ്പടം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഡെയിലി പപ്പടം കഴിക്കുക. ഞാൻ ആദ്യം പപ്പടത്തിന് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. പപ്പടം അച്ചാറൊക്കെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അതിങ്ങനെ കുറച്ച് വരികയാണ്. അപ്പം പപ്പടം നമ്മൾ ആഴ്ചയിൽ ഒരു 1.5 ഇടവിട്ടിട്ട്, അതും നമ്മൾ കൗണ്ട് വെക്കണം, 1-2 പപ്പടം അങ്ങനെ കഴിക്കാൻ ശ്രമിക്കുക. കൂട്ടത്തിൽ നിർബന്ധമായിട്ടും ഒരു പാതി കുക്കുംബർ കഴിച്ചാൽ നമുക്ക് ചോറ് ഒരുപാട് കഴിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി കുറഞ്ഞു കിട്ടും. ഓക്കെ, ഒത്തിരി ചോറ് കഴിക്കണം എന്നുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് കുറഞ്ഞു കിട്ടും. കുറച്ച് ഒരു പാതി കുക്കുംബർ ചോറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ വിശപ്പ് നമുക്ക് കൺട്രോൾ ആയി കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. അങ്ങനെ വേണം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. മാതാജി ലൈവ് ക്ലാസ്സിലാണ് കേട്ടോ. ഹലോ, ലൈവ് ക്ലാസ്സിലാണേ. ഓക്കെ ശരി മാതാജി, ഞാൻ വിളിക്കാം കേട്ടോ. കുഴപ്പമില്ല, ഞാൻ വിളിക്കാം മാതാജി, ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഞാൻ വിളിച്ചു പറയാം. ഞാൻ പെട്ടെന്ന് തന്നെ വിളിച്ചു പറയാം. അപ്പൊ അവര് വേഗം വിളിച്ചോളൂ കേട്ടോ. ശരി. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഹെയർ ഫോൾസിന്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്നു. ഡാൻഡ്രഫ് ഇല്ലാതെ തല ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാന്ന് ഓർത്ത് കഴിഞ്ഞാൽ, നാരങ്ങയുടെ ചെറിയ നാരങ്ങയില്ലേ, നാരങ്ങയുടെ നീര് നന്നായിട്ട് എടുത്തിട്ട് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡെയിലി നിങ്ങൾ മുടി ചെയ്യുന്ന ചീർപ്പ് അതൊന്ന് ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം. അല്ലാതെ ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തലയോട്ടി മസാജ് ചെയ്ത് കൊടുത്തിട്ട് എന്തെങ്കിലും ഓയിൽസ് ഉണ്ടെങ്കിൽ വെക്കുക. ഓയിൽസ് വാഷ് ചെയ്യാതെ കളയരുത്. തലയിൽ ഓയിൽസ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഡാൻഡ്രഫ് ഉണ്ടാക്കും, മനസ്സിലായില്ലേ? ഫുൾ ഓയിലും നമ്മൾ വാഷ് ചെയ്ത് കളയണം. ഈ ഓയിൽ വാഷ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇതെന്ന് പറയുന്നത്, ഷാംപൂ എന്ന് പറയുന്നത്, എൻ്റെ അച്ഛൻ ഒരു മിനിറ്റ്. അച്ഛാ, ആ ആ ആ ആ ബാങ്ക് പാസ്ബുക്കാ? ആ ആ ഹലോ മാം, നമസ്കാരം. പറഞ്ഞോളൂ മാം, എന്തൊക്കെയാ വേണ്ടേ? അതെ, അമ്പിളി സോമൻ. പാൻ കാർഡും ഉണ്ട്.
അതെ 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 ആ എനിക്ക് എല്ലാ പ്രൂഫിലും ഒരേ ഇതാണ്, ഒരേ അഡ്രസ്സാണ്. ഓക്കെ മാം, അപ്പം ഞാൻ ഒരു ജാനുവരി ഫസ്റ്റ് വീക്ക് വന്നാൽ മതിയോ മാം? ഓക്കെ ആണല്ലേ. മാമിൻ്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് തരാൻ പറ്റുമോ? ആ ഒരു മിനിറ്റ് മാം. ആ പറയൂ മാം. ആ ആ ഓക്കെ മാം, ഞാൻ ഇതിന്ന് മാമിനെ വിളിച്ചോളാം. ഞാനിപ്പോൾ ഒരു ലൈവ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാമിനെ വിളിച്ചോളാം. എന്നിട്ട് എനിക്ക് മാം ഒന്ന് വാട്സാപ്പിൽ ഇതിലിട്ട് അഖില അല്ലേ? ആ ഓക്കെ മാം. ഓക്കെ, ഇത് വാട്സപ്പ് നമ്പർ അല്ലേ? ആ ശരി മാം. അപ്പോൾ ഞാൻ ജാനുവരി ഫസ്റ്റ് വീക്ക് നാട്ടിൽ വന്നിട്ട് അതെല്ലാം ചെയ്തോളാം മാം. ആ അച്ഛൻ ഭയങ്കര കോൺഷ്യസ് ആണ് എല്ലാ കാര്യത്തിലും. അച്ഛൻ ഇപ്പോൾ വയ്യാതിരിക്കുന്നിടത്തും പോയിട്ട് ഇൻഷുറൻസുകളൊക്കെ പുതുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓടിയേക്കാണ്. ഞാൻ ആ സംഭവമേ മറന്നുപോയി. അതെല്ലാം പുതുക്കാൻ വേണ്ടി പോയേക്കാം പാവം. അതൊക്കെ നമ്മൾ മറക്കും, പക്ഷെ അച്ഛൻ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യും. അപ്പം ഈ താരൻ്റെ പ്രശ്നം നിങ്ങൾക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ഓയിൽസ് തലയിൽ വെച്ചിട്ട് ആ ഓയിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ ഓയിൽ അങ്ങനെ വെക്കരുത്. എന്ത് ചെയ്യാമെന്നറിയോ? ചെമ്പരത്തിയുടെ ഇല, അത് മൂത്ത ഇല എടുക്കരുത്. ഇളയ ഇലയില്ലേ ചെമ്പരത്തിയുടെ, തളിരില എന്നൊക്കെ പറയില്ല, അതും അതിൻ്റെ കുറച്ച് സെക്കൻഡ് സ്റ്റേജിലുള്ള ഇലയും കൂടി എടുക്കാം. കുറച്ചും കൂടെ റഫ് അല്ലാത്ത ഇലയും കൂടെ എടുത്തിട്ട് ചെമ്പരത്തിൻ്റെ ഇല, ഒന്നോ രണ്ടോ ചെമ്പരത്തി പൂവ്, ഇത് മാത്രം എടുത്തിട്ട് കുറച്ച് ചെറുപയർ, നമ്മുടെ മുഴുവൻ ചെറുപയർ, അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി എന്താണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ ചെറുപയർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം തലേന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കും. അപ്പോൾ ആ കുറച്ച് ഒരു പിടി മതി. ഇതും കൂടെ എടുത്തിട്ട് കുറച്ച് ഉലുവയില്ലേ, ഉലുവയും കുറച്ചെടുക്കുക. ഒരു 50 ഗ്രാം അങ്ങനെ, അല്ലെ ഒരു 20 ഗ്രാം അങ്ങനെ കുറച്ച് ഉലുവയും കൂടി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ ഉലുവയും ഇതെല്ലാം കൂടെ മിക്സിയിൽ അങ്ങോട്ട് അടിക്കുക. മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നല്ല കുഴമ്പ് പോലെ ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് എന്താ പറയുക, ഈ നമ്മളെ ഓയിൽ വെക്കില്ലേ തലയിൽ, ഓയിൽ വെക്കുന്ന ദിവസം ഒരു ഹാഫ് ആൻ അവറൊക്കെ ആ ഓയിൽ തലയിൽ വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മിശ്രിതം എടുത്തിട്ട് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ. അയ്യോ അച്ഛൻ. ആ അച്ഛാ, ആ ഞാൻ വരാം അച്ഛാ, ഞാൻ വരാം. ഇല്ല, ഞാൻ ജനുവരി ഒരു 4-ാം തീയതി 5-ാം തീയതി ആയിക്കൊണ്ട് ഞാൻ വരാം. ഇല്ല ഞാൻ വരാം. ആ മോൻ്റെതും ചെയ്യാൻ വരാം. ആ ചെയ്യാം, വിനോദിൻ്റെയും ചെയ്യാം. ആ എന്നെ ഏൽപ്പിച്ചു, ഞാൻ അവരുടെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തോളാം. അച്ഛൻ ഈ വയ്യാത്തടുത്ത് ഇതിനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ഞാനത് അവിടെ ചെയ്യൂലേ. ആ ഞാൻ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് അവരുടെ. എന്നാ അച്ഛൻ വീട്ടിൽ പോയിക്കാം. എങ്ങനെ വന്ന അവിടേക്ക്? വേറെ ആരുണ്ട്? അനീഷ. അല്ല, വണ്ടി ഉണ്ട് അച്ഛൻ്റെ കയ്യിൽ? അവരെ വണ്ടി ഉണ്ടോ? ആയിക്കോട്ടെ. എന്നാൽ അച്ഛൻ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് വേണമെങ്കിൽ അവിടെ ശാന്തി മെഡിക്കൽസിൽ ദേവേട്ടൻ്റെ അടുത്ത് വാങ്ങിച്ചാൽ മതി. കിട്ടാത്ത മരുന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞോട്ടാ, ഞാൻ ദേവേട്ടനെ വിളിച്ച് പറഞ്ഞോളാം. പൈസയൊന്നും അച്ഛൻ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളും. അച്ഛൻ ദേവേട്ടൻ്റെ അടുത്ത് പോയിട്ട് മരുന്ന് വാങ്ങിച്ചോ. എന്നാ ശരി. അപ്പം അത് തലയിൽ എടുത്ത് വെക്കുക. ഓക്കെ, തലയിൽ വെച്ച് കഴിഞ്ഞാൽ നേരെ എന്താവെന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അസുഖങ്ങൾക്കുള്ള ആ ഒരു ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റേ, ഒരേ സെക്കൻഡ്. ഓക്കെ, അപ്പം എല്ലാ തരത്തിലുള്ള എന്താ പറയുക, ഈ ഡാൻഡ്രഫ് അതുപോലെ എല്ലാ സാധനങ്ങളും പോയി കിട്ടും. നമ്മുടെ അച്ഛന് കഴുത്തിന് ഒരു മസിൽ പെയിൻ, അതാണ്. അപ്പം എല്ലാ തരത്തിലുള്ള നമ്മുടെ തലയിലുള്ള അഴുക്കുകൾ, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിൽ നമുക്ക് ഇതുണ്ടോ, മുടി കൊഴിച്ചിൽ, അങ്ങനെയുള്ള എല്ലാ സാധനവും പോവും. അല്ല, എൻ്റെ ബ്രദറാണ് ദേവേട്ടൻ.
അല്ല മെഡിക്കൽ ഷോപ്പിലെ ചേട്ടൻ. അപ്പം എല്ലാം മാറിക്കിട്ടും. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറും, നമുക്ക് നല്ല ഉറക്കം കിട്ടും, നമ്മുടെ മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ടിരിക്കും, മുടിയുടെ ലെങ്ത് കൂടും, നല്ല ഉള്ളുണ്ടാവും. ഇവിടെ നിന്നൊക്കെ മുടി പോയിട്ടുണ്ടെങ്കിൽ ആ മുടിയൊക്കെ വീണ്ടും വീണ്ടും വരും. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? ഈ മിശ്രിതം ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം തലയിൽ വെക്കാൻ ശ്രമിക്കുക. ഓയിൽ വെച്ചിട്ട് വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ?